ഞാൻ വേറെ റിലേഷൻ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ മറ്റേത് ബ്രേക്കപ്പ് ആയപ്പോ വീട്ടില് ഭയങ്കര പ്രഷറാ. സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചതാ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. എന്തായാലും ഇപ്പൊ ഒരു തീരുമാനമായില്ലേ. എന്തുകൊണ്ടും അറേഞ്ച്ഡിനേക്കാളും നല്ലത് ലവ് മാരേജ് തന്നെയാ. നാട്ടുകാർ തന്നെ പലതും പറയും ഈ റിലേഷൻ കഴിഞ്ഞാൽ ആ റിലേഷൻ തുടങ്ങിയെന്നൊക്കെ. നീ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അവരെ ചാലും നമ്മൾ ചെയ്യിക്കണേ ചാട്ടും പ്രേമിക്കണം. ഞാൻ സർവൈവ് ചെയ്യാൻ എന്നെ കാരണം ഇവരാ. നിങ്ങളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാം അവന്റെ അടുത്ത്. കുറച്ച് മുന്നും കൂടെ പറഞ്ഞോളൂ നിങ്ങളെ കുറിച്ച്. ഞങ്ങളിപ്പൊ തന്നെ ഇവളെ പറ്റി പറഞ്ഞോളൂ. ഞങ്ങളുടെ കൂട്ടുകാരെ വേണ്ടി പറയല്ല, നല്ല കുട്ടിയാ, ചേട്ടൻ്റെ ലക്ക, പൊന്നു വല നോക്കണം. ചേട്ടൻ എന്താ ചെയ്യണേ? ബിസിനസ്സാ. ബിസിനസ്? എന്ത് ബിസിനസ്സാ? ആക്ച്വലി എൻ്റെ ബിസിനസ് ഒക്കെ പുറത്താണ്, നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ല. കുറച്ച് ലക്ഷങ്ങളൊക്കെ പോണ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ കുറച്ച് പ്രൊസീജിയറും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ചെയ്യാൻ പറ്റിയില്ല അല്ലേ. അതെന്താ പ്രശ്നേട്ടാ? നമ്മുടെ നാട്ടിലത്തെ കോപ്സ് ഭയങ്കര പ്രശ്നം. പോലീസുകാരെ കഷ്ടപ്പെട്ട് ഞാൻ ലോഡ് കയറ്റി കൊടുന്നാല് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. വെറുതെ അവർ പിടിക്കുക, ജയിലിൽ കൊണ്ടിടുക, വണ്ടി പിടിച്ചു കൊണ്ടുപോവുക, ഡ്രൈവറെ പിടിച്ച് മർദ്ദിക്കുക. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. മൊത്തത്തിൽ ഒന്നും ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇല്ല. എന്താ പറയാ? അല്ല ശരിക്കും എന്നിട്ട് ജോലി നീ ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരെ കാണാണ്ടേ. ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെന്തിട്ട് കിഴങ്ങനത്? കാണാനൊരു വൃത്തിയില്ലെങ്കിലും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. അവൾക്ക് പെട ചെക്കനല്ലേ കിട്ടേക്കണേ, പെഡ്ലർ ചെക്കനെ കിട്ടേക്കണേ. ഈശ്വര, എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് ദൈവം കേൾക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനിയിപ്പൊ ബ്രേക്കപ്പ് ആവാണ്ടിരുന്നാ മതി. ഏയ് ബ്രേക്കപ്പ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഇവള് പിന്നെ കൊണ്ട് തന്നെ നടക്കണം. ഇവള് മുമ്പ് സ്നേഹിച്ച് തേച്ചൊട്ടിച്ചില്ലേ, അവന്റെ നമ്പർ ഇട്ടണം. എന്തിനത്? ഞാനാണെങ്കിൽ വെറുതെ ഇരിക്കാണല്ലോ, മെസ്സേജ് അയക്കാൻ. നീ എന്തിട്ട് വർത്താനാ പറയണ അവളുടെ ചെക്കനെ പറ്റിയിട്ട്? ശരിയാണോ അതൊക്കെ? തെറ്റാണോ? ഞാൻ അവന് ഇൻസ്റ്റയിൽ മെസ്സേജ് കൊണ്ടിരിക്കല്ലേ. അത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. നീ എന്ത് പൊട്ടത്തിരക്കി വിളിച്ച് പറയണേ? നീ എന്തുട്ടിക്ക് അവരെ കുറിച്ച് പറഞ്ഞ? എന്നിട്ട് അവര് നിന്നെ കുറിച്ച് അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞ. നിനക്ക് പെണ്ണുങ്ങളെ അറിയാണ്ടാ. പെണ്ണുങ്ങളൊക്കെ അറിയാം. പണ്ടേ എനിക്ക് ഇതുവരെ പറ്റിയത് അവരുത്തിടായിരുന്നു. അതേപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പണ്ട് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ശരിയാക്കി തരാം. പറഞ്ഞു.